നഴ്സിംഗ് മെറിറ്റ് അട്ടിമറിച്ചതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാകും അന്വേഷണം. നഴ്സിംഗ് കൗൺസിൽ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ വടശ്ശേരിക്കരയിലെ സ്ഥാപനമൊക്കെ തന്നെ ഇങ്ങനെ കളർ റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണോ നമുക്ക് കിട്ടുന്ന വിവരം? മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെച്ചത് അവർ നിയമപരമായിട്ട് തന്നെയാണോ? നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞോ? നമുക്ക് കഴിഞ്ഞ ദിവസം അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഇന്ന് അവർ പ്രതികരിച്ചില്ല. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് വെക്കാൻ പാടില്ല എന്ന് മന്ത്രി തന്നെ നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. അതായത് സാധാരണ മെഡിക്കൽ കോളേജ് എന്ന് അപ്രൂവൽ കിട്ടി അതിനുശേഷം മാത്രമേ മെഡിക്കൽ കോളേജ് എന്ന പേര് തന്നെ വെക്കാവൂ. പക്ഷേ അത്തരത്തിൽ ഒരു മെഡിക്കൽ കോളേജ് വടശ്ശേരിക്കരയിൽ പ്രവർത്തിക്കുന്നില്ല എന്നും നിയമസഭയിൽ ആരോഗ്യമന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് വെച്ചത് നിയമവിരുദ്ധമാണ്. പക്ഷേ ഈ നഴ്സിംഗ് സീറ്റ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളും അവരുടെ കണക്കുകളും അത് പെരുപ്പിച്ച് കാണിച്ചിരിക്കുന്നത് മാനേജ്മെന്റ് എപ്പോഴും അവരുടെ വശങ്ങൾ പറയാം. അവർക്ക് ഇത്രത്തോളം പ്രസവം നടക്കുന്നുണ്ട്, ഇത്ര ബെഡുണ്ട്, അതിൽ ഇത്ര ഓക്യുപ്പൈഡ് ആണ് എന്നെല്ലാം പറയാം. പക്ഷേ അത് പരിശോധിക്കേണ്ടത് നഴ്സിംഗ് കൗൺസിലാണ്. എല്ലാ വർഷവും ഓരോ നഴ്സിംഗ് കോളേജുകളിലും എത്ര ബെഡുണ്ട്, അതിൽ എത്ര ബെഡിൽ രോഗികൾ കിടപ്പുണ്ട്, എത്ര പ്രസവം നടക്കുന്നുണ്ട് തുടങ്ങിയവയെല്ലാം കൃത്യമായി നേരിട്ടെത്തി പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്രിമം കാണിച്ചിരിക്കുന്നത് നഴ്സിംഗ് കൗൺസിലാണ്. കാരണം നഴ്സിംഗ് കൗൺസിലിൻ്റെ റിപ്പോർട്ടാണ് ഇത്തരത്തിൽ ആദ്യം സെപ്റ്റംബറിൽ പോകുന്നു. സെപ്റ്റംബർ 9-ാം തീയതി നഴ്സിംഗ് കോളേജ്, അതായത് BSc നഴ്സിംഗിന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നു. ഇൻസ്പെക്ഷൻ നടത്തിയതിൽ കണ്ടെത്തിയിരിക്കുന്നത് 300 ബെഡുണ്ട്, അതിൽ 141 കിടക്കകൾ ഫില്ലാണ് എന്നുള്ളതാണ്. സാധാരണ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നോംസ് പ്രകാരം 75%, അതായത് ആകെ കിടക്കയുടെ 75% ഫില്ലായിരിക്കണം എന്നുള്ള നിബന്ധനയുണ്ട്. ഒപ്പം ഒരു മാസം 100 പ്രസവമെങ്കിലും നടന്നിരിക്കണം എന്നുള്ള നിബന്ധനയുമുണ്ട്. ഈ രണ്ട് നിബന്ധനയും ഇവിടെ പാലിച്ചില്ല. ഒരു പ്രസവം മാത്രമാണ് സെപ്റ്റംബർ മാസത്തിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഒക്ടോബറിൽ വീണ്ടും ജനറൽ നഴ്സിംഗ്, അതായത് ഡിപ്ലോമ കോഴ്സ് പഠിപ്പിക്കുന്ന ജനറൽ നഴ്സിംഗ് കോഴ്സിന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ അതും നഴ്സിംഗ് കൗൺസിൽ തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ 2-ാം മാസം, അതായത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പരിശോധന നടത്തുമ്പോൾ ഈ കിടക്കകളിൽ ഉള്ള രോഗികളുടെ എണ്ണം ആദ്യം 141 ആയിരുന്നു, രണ്ടാമത് 255 ഉയർന്നു. അത് എങ്ങനെ ഉയർന്നു എന്നുള്ള ചോദ്യം ഇപ്പോൾ നിൽക്കുന്നു. പക്ഷേ അത് ഇൻസ്പെക്ട് ചെയ്ത അധ്യാപകരാണ്, നഴ്സിംഗ് അധ്യാപകരാണ് എഴുതുന്നത്. ഒപ്പം രണ്ടാമത്തെ കണക്ക്, പ്രസവം എന്നുള്ള കണക്ക്, അത് 20 ഉയർന്നു എന്നാണ്. സാധാരണ ജനന മരണ രജിസ്റ്ററുകളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിൽ അവ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അങ്ങനെ തദ്ദേശ സ്ഥാപനവുമായി നമ്മൾ ബന്ധപ്പെട്ടു. തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ മാസം അതായത് ഒക്ടോബർ മാസം അത്തരം ഒരു ഡെലിവറി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള മറുപടിയാണ് അനൗദ്യോഗികമായി തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് വടശ്ശേരിയിൽ നിന്ന് ലഭിച്ചത്. അതിനുശേഷമാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സൊസൈറ്റിയുടെ രേഖകൾ പരിശോധിക്കുന്നത്. അതിൽ ഒരു പ്രസവവും നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നതതല അന്വേഷണമായിരിക്കും നടക്കുക. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. കെവിൻ കെ എബ്രഹാം പറയുന്നു, വരൂ പാലയിൽ വന്നാൽ അടിപൊളിയാണ് കാര്യങ്ങൾ. യൂട്യൂബിൽ പോയി പാലാ ജുബിലി എന്ന് സെർച്ച് ചെയ്ത കാര്യങ്ങൾ പാല ഇപ്പോൾ ഫുൾ വൈബിലാണെന്ന് കേട്ടു. തകർക്കട്ടെ.